ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ എൻ്റെ ഒരു സ്കിൻ ട്രാൻസ്ഫോർമേഷൻ ജേർണിയാണ്. വലിയ കാര്യമായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഒന്നും ഇല്ല. പക്ഷേ ഈ ഒരു കോലത്തിൽ നിന്ന് ഈ ഒരു കോലത്തിലോട്ട് എങ്ങനെ ഞാൻ മാറി എന്നുള്ളൊരു ചെറിയൊരു ട്രാൻസ്ഫോർമേഷൻ ജേർണിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ഞാൻ കൂടുതലൊന്നും വലിച്ചു നീട്ടുന്നില്ല. ഈ ഒരു കോലത്തിൽ നിന്ന് ഈ ഒരു കോലത്തിലോട്ട് എങ്ങനെ ആയി എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോഴും കണ്ടാൽ അറിയാം, എനിക്ക് വലിയ ട്രാൻസ്ഫോർമേഷൻ ഒന്നും ആയിട്ടില്ല. കുറെ പിമ്പിൾസ് ഒക്കെ ഉണ്ടായത് മാറിയിട്ടുണ്ട്. അതിന് എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സും പിന്നെ ഞാൻ ഫോളോ ചെയ്ത് വരുന്ന കുറച്ച് സ്കിൻ കെയർ റുട്ടീനൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്ത് തരാം. ഫസ്റ്റ് തന്നെ എൻ്റെ സ്കിൻ ടൈപ്പ് ഞാൻ പറയാം. എൻ്റെ സ്കിൻ ടൈപ്പ് കോമ്പിനേഷൻ ടു ഒരു സെൻസിറ്റീവ് സ്കിന്നാണ്, പിന്നെ കുറച്ച് ഓയിലിയും ആണ്. അങ്ങനത്തെ ഒരു സ്കിന്നാണ് എൻ്റെ. അതുകൊണ്ട് കാരണം എല്ലാ പ്രൊഡക്റ്റൊന്നും എനിക്ക് സ്യൂട്ട് ആവത്തില്ല. അപ്പം ഞാൻ എൻ്റെ സ്കിന്നിന് പറ്റിയ കുറച്ച് പ്രൊഡക്റ്റാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ക്ലെൻസർ ഏതാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്ക് ഒരുപാട് ഞാൻ ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒന്നും എനിക്ക് സ്യൂട്ടായിട്ടില്ല. എനിക്ക് ആകെ മൂന്ന് ഫേസ് വാഷ് മാത്രമേ എൻ്റെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ളൂ. അപ്പോൾ അതിലെ ഫസ്റ്റ് വണ്ണാണ് ഈ ഒരു സെറ്റഫിലിൻ്റെ ക്ലെൻസർ. അപ്പൊ ഈ ഒരു ക്ലെൻസറിനെ പറ്റി ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒട്ടുമിക്ക ആൾക്കാർ ഈ ഒരു ക്ലെൻസർ യൂസ് ചെയ്യുന്നുണ്ടാവും. മിക്ക ഡെർമറ്റോളജിസ്റ്റും നമ്മൾ സ്കിൻ കെയർ ഡോക്ടറിനെയൊക്കെ കാണാൻ പോകുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ക്ലെൻസറാണ് സെറ്റഫിലിന്റെ ക്ലെൻസർ. ഇത് ഡ്രൈ ടു നോർമലും സെൻസിറ്റീവ് സ്കിന്നുകാർക്കൊക്കെ ഇത് യൂസ് ചെയ്യാം. അത്ര അടിപൊളിയായിട്ട് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ക്ലെൻസർ ആട്ടോ. എനിക്ക് ഫേസ് നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തൊരു ഫേസ് വാഷ് ആണ് ഈ ഒരു സിമ്പിളിന്റെ ഫേസ് വാഷ്. ഈ ഒരു ഫേസ് വാഷും നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ്. ബിഗിനേഴ്സിന് പോലും ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യാം. അതുപോലെ എൻ്റെ പോർസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ പുറത്തൊക്കെ പോയി വരുമ്പോൾ ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യും. ഫേസ് വാഷ് ചെയ്യുമ്പോൾ നല്ലൊരു റിഫ്രഷിങ് ഫീൽ ആട്ടോ എനിക്ക് തോന്നിയിട്ടുള്ള. ഈ ഒരു ഫേസ് വാഷും എനിക്ക് നല്ലപോലെ വർക്കിംഗ് ആയിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഈ ഒരു ഫേസ് വാഷ് ആട്ടോ, ഈ ബയോഡെർമയുടെ ഈ ഒരു ഫേസ് വാഷ്. ഇത് എനിക്ക് എൻ്റെ സ്കിൻ ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ്. ഒരു വലിയ ട്യൂബായിരുന്നു, പക്ഷെ അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞു ട്യൂബായിട്ട് ഇപ്പം മേടിച്ചേക്കാണ്. ഇതും നല്ലപോലെ നമ്മുടെ പോർസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. എൻ്റെ ഈ ഒരു സ്കിൻ ടെക്സ്ചർ വരെ നല്ലപോലെ മാറിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട്. അപ്പം ഇത് തീരാറായി. അപ്പോൾ ഈ ഒരു ഫേസ് വാഷും അടിപൊളിയാണ്. ഞാൻ ഈ 3 ഫേസ് വാഷ് ആണ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. നല്ലപോലെ വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആട്ടോ. സെറ്റാഫിലിൻ്റെയും സിമ്പിളിൻ്റെയും ഈ ബയോഡെർമയുടെയും. അടുത്ത് ഞാൻ യൂസ് ചെയ്യുന്നത് മോർണിംഗ് ആണെങ്കിൽ ഞാൻ ഈ ഒരു മോയ്സ്ചറൈസർ ആട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് ഡെർമ ബ്രാൻഡിന്റെ നയാസിനമൈഡ് ഡെയിലി ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസർ ആട്ടോ. ഇത് നോർമൽ ടു കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് പറ്റിയ അടിപൊളി മോയ്സ്ചറൈസർ ആണ്. നേരത്തെ പറഞ്ഞില്ലായിരുന്നു, എൻ്റെ ലിപ്സിന്റെ ചുറ്റും എനിക്ക് നല്ലപോലെ ഡ്രൈനെസ് ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞാൻ സെറ്റാഫിലിന്റെ ക്ലെൻസറും രാവിലെ ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്ത പിന്നെ എനിക്ക് ആ ഡ്രൈനെസ് ഒന്നും തോന്നിയിട്ടില്ല കേട്ടോ. ഫുൾ ടൈം ഒരു ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ലപോലെ നമ്മുടെ പിമ്പിൾസ് ഒക്കെ മാറാനും ഈ ഒരു മോയ്സ്ചറൈസർ എനിക്ക് നല്ലപോലെ വർക്കിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീനിൽ യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ ആണ് റിക്വലിൻ്റെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ. ഈ ഒരു മോയ്സ്ചറൈസർ ഞാൻ നൈറ്റാണ് യൂസ് ചെയ്യാറ്. നൈറ്റ് ഞാൻ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാറുണ്ട്. ഇതിൽ ഹൈലറോണിക് ആസിഡ് ഇൻക്ലൂഡഡ് ആട്ടോ. ഇത് നമുക്ക് നല്ലൊരു നോൺ സ്റ്റിക്കി ഫീലാണ്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ആയിട്ടൊന്നും ഇരിക്കത്തില്ല. ഭയങ്കര ഒരു നോൺ സ്റ്റിക്കി ഫീലാണ്. പിന്നെ അടുത്തായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ആണ് ഈ ഒരു വിഷ്കെയറിന്റെ സൺസ്ക്രീനും അക്വാലോജിക്കിന്റെ സൺസ്ക്രീനാണ് ഞാൻ കറന്റ് യൂസ് ചെയ്യുന്നത്. ഫോക്കസ് ആവുന്നറിയില്ല. ഓക്കെ, ഈ ഒരു അക്വാലോജിക്കിന്റെ പിന്നെ ഒരു വിഷ്കെയറിന്റെ. ഈ ഒരു അക്വാലോജിക്കയുടെ സൺസ്ക്രീൻ എനിക്ക് നല്ലപോലെ വർക്കിംഗ് ആയിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ പുറത്ത് പോയിട്ട് ഞാൻ വന്നു കഴിയുമ്പോൾ ഫേസ് ഇങ്ങനെ ഡള്ളായിട്ടൊന്നും ഇരിക്കാറില്ല. നോർമലി എനിക്ക് ഏതെങ്കിലും ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പുറത്ത് പോയി വെയിലത്ത് പോയി തിരിച്ചു വന്നു കഴിയുമ്പോൾ ഇങ്ങനെ ഫേസ് ആകെ ഡള്ളായിട്ട് ഇരിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇത് യൂസ് ചെയ്ത പിന്നെ എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ ഈ വിഷ്കെയറിന്റെ ഞാൻ അത്യാവശ്യം ഡെയിലി യൂസ് ചെയ്യുന്നൊരു സൺസ്ക്രീൻ ആട്ടോ. ഇത് രണ്ടുമാണ് ഇപ്പൊ കറന്റ് എന്റെ ഫേവറേറ്റ്. അടുത്തായിട്ട് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് എൻ്റെ ഒരു സ്കിൻ കെയർ ജേർണി എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു പിമ്പിൾ ഉള്ള ഫേസിൽ നിന്ന് ഈ ഒരു ക്ലിയർ ഫേസിലോട്ട് എന്നെ കൊണ്ടുവന്നത് ഈ ഒരു സെറം കേട്ടോ. ഇത് മൂന്നെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പറഞ്ഞ ബോട്ടിൽ കാണാനില്ല. ഈ ഒരു സെറാണ് അസയ ബ്രാൻഡിന്റെ അഡ്വാൻസ് സ്പോട്ട് ടാർഗറ്റിംഗ് സെറം. ഇത് ഞാൻ ഒട്ടുമിക്ക എൻ്റെ സ്കിൻ കെയർ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ ഒരു സെറത്തിന്റെ ബോട്ടിൽ. ഇത് നല്ലപോലെ എനിക്ക് വർക്കായിട്ടുള്ള ഒരു സംഭവമാട്ടോ. നല്ലൊരു മാജിക്കൽ സെറം എന്നൊക്കെ പറയില്ല, അതേപോലെ തന്നെ ഞാൻ ഒട്ടും പ്രൊമോഷൻ ചെയ്യണതല്ല, കാരണം നല്ലപോലെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു സെറാട്ടോ. പിന്നെ ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. കാരണം എൻ്റെ കോമ്പിനേഷൻ ടു സെൻസിറ്റീവ് സ്കിന്നാണ്. എനിക്ക് വേറെ സെറൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ
വർക്ക് ആവാറില്ല. പക്ഷെ ഈ ഒരു സെറം ഞാൻ രണ്ടും കൽപ്പിച്ച് മേടിച്ച് യൂസ് ചെയ്തതാണ്. ഞാൻ ഇതിന്റെ അങ്ങനെ വലിയ പ്രൊമോഷൻ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഒരു ചേച്ചി യൂസ് ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ റിവ്യൂ ഒക്കെ ചെയ്ത് റിസർച്ച് ചെയ്ത് ഞാൻ മേടിച്ചതാണ് കേട്ടോ. പക്ഷെ ഇതെനിക്ക് നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല ഇവിടെയൊക്കെ എനിക്ക് നല്ല കുരു വരാറുണ്ട്. കാരണം എൻ്റെ ഹെയറിൽ നല്ല താരൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ താരൻ ഉള്ളതുകൊണ്ട് കുറെ കുരുക്കളൊക്കെ ഇവിടെ ഈ സൈഡിലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു സെറം കേട്ടോ. ഈ പീരിയഡ്സ് ടൈം ആകുമ്പോൾ പിന്നെ എനിക്ക് കുറച്ച് കുരുകൾ ഇവിടെ വരും. അത് മാറാൻ കുറെ ടൈം എടുക്കും. പക്ഷെ ഈ ഒരു സെറം യൂസ് ചെയ്തേ പിന്നെ എനിക്ക് ഒരു 2-3 ഡേയ്സിനുള്ളിൽ ആ ഒരു കംപ്ലീറ്റ് പിമ്പിളും നല്ലപോലെ ഫേഡ് ചെയ്യാൻ ഈ ഒരു സെറം യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു സെറം നിങ്ങൾ യൂസ് ചെയ്ത് നോക്കാനേ ഞാൻ പറയുന്നുള്ളൂ. കാരണം എന്റെ സ്കിന്നിന് ഇത് നല്ലപോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും സ്കിൻ ടൈപ്പ് അനുസരിച്ച് ഇത് വർക്ക് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്റെ സ്കിന്നിന് നല്ലപോലെ ഒരു റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു സെറാട്ട് ഇത്. ഞാനിപ്പോൾ ഒരു 3ാമത്തെ ബോട്ടിലാണ് ഇത് മേടിക്കുന്നത്. 2 വരെ കാണുള്ളൂ. പക്ഷെ ഞാൻ ഇത്രയും റീപർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു സെറാട്ട്. ഇതിന് 600 rupees ആണ് റേഞ്ച് വരുന്നത്. അപ്പൊ നിങ്ങൾ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ. അത്യാവശ്യം വർക്കിംഗ് ആയിട്ടുള്ള ഒരു സെറാണ്. പിന്നെ ഏറ്റവും ഫൈനൽ സ്റ്റെപ്പായിട്ട് ഞാൻ ലിപ് ബാം യൂസ് ചെയ്യും. ഞാൻ വിഷ് കെയറിന്റെ ലിപ് ബാം ആട്ടോ യൂസ് ചെയ്യണേ. ഈ 2 ലിപ് ബാം ആണ് ഞാൻ യൂസ് ചെയ്യാറ്. കുറച്ചും കൂടി ടിൻഡഡ് ആയിട്ട് ലിപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ഡോക്കിന്റെ ഹൈലറോണിക് ഫോക്കസ് ആയില്ലേ, ഇത് 1% ഹൈലറോണിക് ആസിഡും 1% സെറമൈഡിയും ഉണ്ട്. പിന്നെ കുറച്ച് ടിൻഡ് തരും. ഒരു സ്ട്രോബെറി ഫ്ലേവർ ആണ്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഫോക്കസ് ആവുന്നില്ലല്ലോ. ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു നല്ലൊരു ടിൻറ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഒരു ടിൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ലിപ് ബാം കൂടി യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇത്രയുള്ള എന്റെ സ്കിൻ കെയർ റുട്ടീൻ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാനിപ്പോ കറന്റ് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ റിവ്യൂ ആട്ടോ ഞാൻ പറഞ്ഞേക്കുന്നത്. വേറെ പ്രൊഡക്റ്റിന്റെ ഒക്കെ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതിയേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം കേട്ടോ. അപ്പൊ അത്രയുള്ള വീഡിയോ. ഓക്കെ, ബൈ.